ഞാൻ പറഞ്ഞല്ലോ സുബ്ഹിക്ക് ശേഷമുള്ള ദുആ, മഗ്രിബിന് ശേഷമുള്ള ദുആ, ആ ദുആ കഴിഞ്ഞതിന് ശേഷമുള്ള ദുആയിൽ പറയുന്നത് എന്താണ്? ഫഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതാകണം. പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരണം. അത് പുറത്തു കിട്ടാൻ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ അതെല്ലാം ചെയ്യണം. മുഹറം മാസത്തിലല്ലേ ഞാനും നിങ്ങളും ഉള്ളത്. ഇതാ വരാൻ പോകുന്ന വ്യാഴം അതുപോലെ വെള്ളിയും മുഹറം 9ഉം 10ഉമാണ്. അതേ താസുആഉം ആശൂറാഉമാണ്. അതേ ആശൂറ എന്ന് പറഞ്ഞാൽ മുഹറമിലെ 10ാമത്തെ ദിവസം എന്നാണ്. അതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം താസുആ, അതേ മുഹറം 9ാം ദിനം എന്നാണ്. ആ മുഹറമിലെ നോമ്പ് അതേ റമളാൻ കഴിഞ്ഞാൽ പിന്നീട് നോമ്പ് നോൽക്കാൻ ഏറ്റവും മഹത്വമുള്ള സമയം അതേ മുഹറം ആണ്. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാൻ അല്ലാതെ കൂടുതൽ നോമ്പ് നോറ്റത് ശഅബാനിലാണെന്നുമുണ്ട്. അപ്പൊ പിന്നെ ഏറ്റവും ഉത്തമമാകേണ്ടുന്നത് ശഅബാനല്ലേ എന്നാ ചോദ്യം. അല്ല, ഉത്തമം, ഏറ്റവും ഉത്തമം റമളാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പിന് ഏറ്റവും ഉത്തമം മുഹറം തന്നെയാണ്. എന്നാൽ മുഹറമിനെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതലും നോമ്പ് നോറ്റത് അത് ശഅബാനിലാകാനുണ്ടായ കാരണം എന്താണ് എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതിന് പല കാരണങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ ആ മുഹറമിൽ കൂടുതൽ നോമ്പ് നോക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ നോൽക്കാതിരിക്കാൻ എന്തെങ്കിലും സബബുണ്ടാകും, ഉദ്റുണ്ടാകും, കാരണം ഉണ്ടാകും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും മഹത്വം റമളാൻ കഴിഞ്ഞാൽ പിന്നെ മുഹറമാണ്. ആ മുഹറമിൽ അതേ ആശൂറാ ദിവസത്തിലെ നോമ്പ്, ആ നോമ്പ് നോറ്റാൽ കിട്ടുന്ന നേട്ടം എന്താണ്? ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതേ അന്നല്ലാഹു തആല യുകഫിറു സനതൽ മാദിയ, ആ മുഹറമിലെ 10ാമത്തെ ദിവസം ആശൂറാ ദിവസം നോമ്പ് നോറ്റാൽ കഴിഞ്ഞ ഒരു വർഷക്കാലം ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരികയാണ്. അല്ലാഹ് അതങ്ങ് പുറത്തു തരുന്നു. കണ്ടില്ലേ നിങ്ങള്? അത് ഒരു നോമ്പ് നോറ്റാൽ ഒരു വർഷത്തിന്റെ പാപം അല്ലാഹ് പുറത്തു തരാണ്. അതാണ് ഞാൻ പറയുന്നത്, ജീവിതത്തിൽ ചിലപ്പോൾ തെറ്റുകൾ വന്നു പോകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ തെറ്റുകളെല്ലാം നമ്മുടെ നല്ലതുകൊണ്ട് അല്ലാഹു തആല മായ്ച്ചു കളയണം. അതിന് കാരണങ്ങൾ പലതുമുണ്ട്. അതിൽ ഒരു കാരണമാണ് അതേ മുഹറമിലെ 10ന്റെ അന്നത്തെ നോമ്പ്. ആ നോമ്പ് നോക്കുന്നതോടൊപ്പം മുഹറമിലെ 9ാം ദിനത്തിലെ നോമ്പ്, താസുആയിലെ നോമ്പ്, ആ നോമ്പ് അനുഷ്ഠിക്കണം എന്നും മഹാന്മാർ പറഞ്ഞു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈൻ ബഖീതു ഇലാ ഖാബിൽ അസൂമന്ന താസിഅ, അടുത്ത വർഷം ഞാൻ ബാക്കിയുണ്ടെങ്കിൽ മുഹറം 9നും ഞാൻ നോമ്പ് അനുഷ്ഠിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫമാ തഖബലഹു, അങ്ങനെയാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞത് തന്നെ. അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്നാണ്. പക്ഷെ എന്നാലും അവിടുന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പൊ മുഹറം 9നും സുന്നത്തുണ്ട്. അവിടെ തന്നെ മഹാനവരുകൾ പറഞ്ഞു, വൽ ഹിക്മത്തു മുഖാലഫത്തുൽ യഹൂദ്, എന്തിനാണ് 10ന്റെ കൂടെ 9നും നോമ്പ് നോൽക്കാൻ കാരണം? അതങ്ങനെ ആഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകടിപ്പിക്കാനുണ്ടായ കാരണം എന്താണ്? ആ കാരണം പറഞ്ഞത്, അതിന്റെ പിന്നിലെ ഹിക്മത്ത് എന്താണ്? മുഖാലഫത്തുൽ യഹൂദ്, അതേ യഹൂദികളോടുള്ള വിരോധമാണ്, ജൂതന്മാരോടുള്ള വിരോധമാണ്. നമ്മൾ അവരെ പോലെ ആകരുത്. അവരാണെങ്കിലോ അവരതാ മൂസ നബി അലൈഹി സ്വലാമിന്റെ പേരും പറഞ്ഞിട്ട് അവരതാ മുഹറം 10ന് നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. നമ്മൾ അതിനേക്കാൾ അഹക്കായവർ, ഹക്കുള്ളവർ, മൂസ നബി അലൈഹി സ്വലാമിനോട് ബന്ധമുള്ളവർ നമ്മളാണ് എന്ന് കരുതിയിട്ട് യഹൂദികളെ പോലെ നമ്മളാകരുത്. ആ മുഹറം 10ന്റെ കൂടെ അതാ മുഹറം 9നും നോമ്പ് നോക്കണം എന്ന് നബി സല്ലല്ലാഹു അതേ മഹാന്മാര് പഠിപ്പിച്ചു. ഇനി ഒരാൾ മുഹറം 9ന് നോറ്റില്ല എന്ന് കണ്ടാലോ, 10ന് നോറ്റു, 10ന് നോമ്പ് അനുഷ്ഠിച്ചാൽ മുഹറം 11നും നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട് എന്ന് മഹാന്മാർ പറഞ്ഞു. ഇനി മുഹറം 9ന് നോറ്റാലും 9ന് നോറ്റാലും
10 പുറമെ 11 നോമ്പ് നോക്കൽ സുന്നത്തുണ്ട് എന്ന് മഹാന്മാർ പറഞ്ഞു. അപ്പൊ 9 നോക്കണം, 10 അനുഷ്ഠിക്കണം, 11 അനുഷ്ഠിക്കണം. അതെന്തിനാണ് പിന്നെ 11 അനുഷ്ഠിക്കേണ്ട ആവശ്യം? അതിൽ ഖബറിൻ ഫീഹി, അതിൽ ഹദീസ് ഉണ്ട്. 9 10 അതിന് പുറമെ 11 നോക്കണമെന്ന് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ ആ നോമ്പിനൊക്കെ വലിയ മഹത്വമുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അവിടെ നിങ്ങൾ നോക്കൂ, മുഹറം 10 ആ നോമ്പ് കഴിഞ്ഞ ഒരു വർഷം പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതുപോലെ എത്ര കാര്യങ്ങളാണ്. അതേ ബാങ്ക് കൊടുത്താൽ ഇഖാമത്തിന് മുമ്പായി അതേ ആയത്തുൽ ഖുർസി ഓതൽ സുന്നത്താണെന്ന് ഇമാം റുയാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതേ ബാങ്കിന് ശേഷം ഇഖാമത്തിന് മുമ്പായി അതേ ആയത്തുൽ ഖുർസി ഓതൽ സുന്നത്താണ് എന്ന് ഇമാം റുയാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു എന്ന് മഹാന്മാർ പഠിപ്പിച്ചു. എന്നിട്ട് അതിന് ശേഷം പറയുന്നത് കാണാം, എന്തിനാണ് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ആയത്തുൽ ഖുർസി ഓതൽ നല്ലതാണെന്ന് പറയാൻ കാരണം, അങ്ങനെ ഓതിയാൽ 2 നിസ്കാരത്തിന്റെ ഇടയിലുള്ള പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. ആ പാപങ്ങൾ അല്ലാഹു എഴുതൂല, അത് റെക്കോർഡ് ചെയ്ത് വെക്കൂല. അല്ലാഹു തആല മാപ്പ് തരാണ്. എന്തുകൊണ്ട്? ആയത്തുൽ ഖുർസി ഓതിയതിന്റെ പവറാണ്. ഇങ്ങനെ എത്ര അതാ നല്ലത് ചെയ്താൽ അല്ലാഹു തആല തിന്മകളെ മായ്ച്ചു കളയാണ്. അതെല്ലാം ചെറിയ പാപങ്ങളാണ്. എന്നാൽ അതിനെ പുറമെ ഇടയ്ക്കിടയ്ക്ക് തൗബ ചെയ്യാൻ നല്ല സമയം കണ്ടെത്തണം. ഓ ഉമ്മമാരെ, പഴയ കാലത്തെ ഉമ്മമാരോ വെള്ളിയാഴ്ച രാവ് അവർ പുറത്തു പോകാറില്ല. ഇനിയിപ്പോ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും എല്ലാ ആഴ്ചയും കണക്കാണ്. പഴയ കാലത്തെ ഉമ്മമാര് വെള്ളിയാഴ്ച രാവ് പുറത്തു പോകാറില്ല. ഇനി അതാ വ്യാഴാഴ്ച പകല് പോയാൽ തന്നെ അവരുടെ വീട്ടിലെ അമ്മായിമ്മമാര്, അതാ ഭർത്താവിന്റെ ഉമ്മമാര്, അതുപോലെ സ്വന്തം ഉമ്മമാര് അതാ മക്കളോടും മരുമക്കളോടും പറയും, വെള്ളിയാഴ്ച രാവാണ് ട്ടാ, നേരത്തെ എത്തണം, മഗ്‌രിബിന് മുമ്പായിട്ട് എത്തണം എന്ന് പറയുന്ന കാരണം അന്ന് ആ വീട്ടിൽ നല്ല സദസ്സാണ്, ഖുർആൻ ഓത്തുണ്ടാകും. കാരണം മരിച്ചവരുടെ ആത്മാവ് വീട്ടിന്റെ വാതിൽക്കൽ വന്നിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് പ്രതീക്ഷിക്കുന്ന രാവാണത്. അതുകൊണ്ട് അവിടുന്ന് യാസീൻ ഓതും. അതിന് പുറമെ ഖുർആനിലെ മറ്റു സൂറത്തുകൾ പാരായണം ചെയ്യും. അതിന് പുറമെ തൗബ ചെയ്യും. ഇന്ന് എവിടുന്നാണ് തൗബ കേൾക്കുന്നത്? പഴയ കാലത്തെ വീടുകളിൽ നിന്നൊക്കെ എത്രയാണ് തൗബയുണ്ടായിട്ടുള്ളത്? ഇന്ന് ഞങ്ങളെ വീടുകളിൽ നിന്ന് തൗബ കേൾക്കാറുണ്ടോ? തൗബ വേണം. കാരണം തൗബ ഉണ്ടായാലേ വലിയ വലിയ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുള്ളൂ. അതേ സമയത്ത് ചെറിയ പാപങ്ങളോ നമ്മൾ ചെയ്യുന്ന നന്മകളെ കൊണ്ട് അല്ലാഹു തആല പുറത്തു തരാണ്. അപ്പോഴും അതാ വലിയ വലിയ പാപങ്ങൾ ബാക്കിയാണ്. ആ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരണമെങ്കിൽ തൗബ വേണം. ആ തൗബക്ക് നല്ല സമയം കണ്ടെത്തണം ഉമ്മമാരെ. പഴയ കാലത്തെ ഉമ്മമാരെങ്ങനെയായിരുന്നു? വെള്ളിയാഴ്ച രാവിലെ അവരിങ്ങനെ തൗബ ചെയ്യും. എന്റെ കാരണം അവരുടെ എല്ലാവരുടെയും പ്രയാസം അതാണ്. തെറ്റ് ചെയ്തത് അല്ലാഹു തആല പുറത്തു തന്നിട്ടുണ്ടോ? അതാണ് ഉമ്മമാരോട് ഞാൻ പറഞ്ഞത്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ? അത് പറഞ്ഞത് ഗാർ സൗരിന്റെ കഥ ചരിത്രം പറയാൻ മാത്രമല്ല. ആ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത മഹദിയാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. ആ അസ്മാ ബീവി റളിയല്ലാഹു അൻഹാക്ക് പേടിക്കാനില്ലല്ലോ ഉമ്മമാരെ? പേടിക്കാനുണ്ടോ? ഇല്ല.